ശുഭദിനം സുഹൃത്തുക്കളെ. ആഫ്റ്റർ എ ലോങ് ടൈം ഐ വിൽ ബി ബാക്ക്. വീണ്ടും ഒരു വിഷയത്തിൽ എനിക്ക് ശക്തമായി പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയമായിട്ട് വരുന്നത്. ഈക്വാലിറ്റിയും പുരുഷനും. എൻ്റെ വീഡിയോ നമ്പർ 3, ബസ്സിലെ പുരുഷന്മാരുടെ അവസ്ഥ. സിമ്പിളായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊരു ഉദാഹരിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുപാതയല്ല, അപ്പുറത്തെ ലാഡർ തിയേറ്ററിൻ്റെ അവിടുന്ന് 14 മൈലിലേക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന അവിടേക്ക് ബസ്സിൽ പോകാനൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ ഒരു കുട്ടി ബസ്സാണ്, ബസ്സിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറിയപ്പോൾ സകല സീറ്റുകളിലും സ്ത്രീകൾ നിരന്നിരിക്കുന്നു. ആ സീറ്റിൻ്റെ 50% മേലെ ബുക്കിംഗാണ്. അമ്മയും കുഞ്ഞും, ഗർഭിണിയും വയസ്സായ സ്ത്രീ, അങ്ങനെ സ്ത്രീകൾ. ഇപ്പോൾ ഭൂരിഭാഗവും അങ്ങനെ തന്നെ ആൾറെഡി അതിൽ ഫിൽഡാണ്. പിന്നെ ഇപ്പുറത്ത് മറ്റേ വയ്യാത്ത ആൾക്കാർക്കുള്ള ഭിന്നശേഷിക്കാർക്കുള്ളതുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആണുങ്ങൾക്ക് നോർമലി അതിനകത്ത് സീറ്റേ ഇല്ല. നമ്മുടെ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ചിരി വന്നു സത്യം പറഞ്ഞാൽ. സ്ത്രീകൾ മൊത്തം സീറ്റിൽ കയറി നിരന്നിരിക്കുക കേട്ടോ. അതിനകത്ത് ആ വണ്ടിയിലെ അവസ്ഥ അതായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവരുടെ അടുത്ത് എഴുന്നേറ്റ് പുരുഷന്മാരുടെ സീറ്റാണെന്ന് പറയാൻ പുരുഷന്മാരെന്ന് പറഞ്ഞിട്ട് എവിടെ എഴുതി വെച്ചിട്ട് പോലുമില്ല. നമ്മുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഈക്വാലിറ്റി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ. ഈക്വാലിറ്റി ഞങ്ങൾക്ക് വേണ്ടേ? എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. കാരണം ഞാനാണെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടോ വന്ന് ബസ്സിൽ കയറുന്ന വളരെ. അപ്പോൾ ഈ ബസ്സിൽ ഇരിക്കാനൊരു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ മൊത്തം സ്ത്രീകൾ മൊത്തം ഇങ്ങനെ ഞാനിങ്ങനെ എന്നിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് ചുറ്റും പരതി നോക്കി. ആകെ ഇപ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ ഒരു 2 സീറ്റും പുറകിലത്തെ സീറ്റും മാത്രമാണ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. പുറകിലത്തെ ആണുങ്ങളായിരിക്കണേ, മൊത്തം സീറ്റിൽ സ്ത്രീകൾ കയറി ഫില്ലായിട്ടിരിക്കുന്നു. അപ്പോൾ ഈക്വാലിറ്റി പുരുഷന്മാർക്ക് വേണ്ടേ? പുരുഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീറ്റ് പോലും വേണ്ടേ? പുരുഷന്മാർക്ക് ക്ഷീണമൊന്നുമില്ലേ? പുരുഷന്മാരുടെ കൈകാലുകൾ തളരില്ലേ? പുരുഷന്മാർക്ക് എന്താ പറയുക, എന്ത് വന്നാലും പുരുഷന്മാർക്കും വയ്യായികളൊന്നും ഇല്ലേ? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്. ഇതെല്ലാം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക്, ഗർഭിണിക്കൊരു സീറ്റ്, മീൻസ് അമ്മയും കുഞ്ഞുങ്ങളും സെപ്പറേറ്റ് സീറ്റ്, പിന്നെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് സീറ്റ്, പിന്നെ വയസ്സായ സ്ത്രീക്ക് സെപ്പറേറ്റ് സീറ്റ്. ഇപ്പോൾ ഈ വയസ്സായ പുരുഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അംഗപരിമിതർ എന്നൊക്കെ കണ്ടിട്ടുണ്ട്, വൃദ്ധർ എന്ന് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട് കേട്ടോ. വൃദ്ധർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ സീറ്റുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഈക്വാലിറ്റി എന്ന് പറയുന്നവരെ ഒരു ശ്രദ്ധയ്ക്ക്. ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീക്ക് വേണ്ടി മാത്രമുള്ളത്. പുരുഷനും വേണം. പുരുഷനും അതിന് അർഹനാണ്. ഓക്കെ, താങ്ക് യു.